എൻ്റെ പേര് വർണ്ണ എന്നാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എൻ്റെ ആർട്ടിസ്റ്റ് അനീഷ് ഗോപാലിൻ്റെ ഭാര്യയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഇതിനും എടുത്തിട്ടില്ല. ഒരുപാട് തവണ ആലോചിച്ചതിന് ശേഷം എടുക്കുന്നൊരു തീരുമാനമാണ്. ഇങ്ങനൊരു വീഡിയോ എടുക്കണോ വേണ്ടിയോ എന്ന് ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അപ്പോൾ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ട് എൻ്റെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് കൂടിയാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. അതിന് തയ്യാറായതും അത് വേറെ അശ്വന്തിൻ്റെ അടുത്ത് പറയാൻ വേണ്ടി, അശ്വന്തിൻ്റെ അടുത്തൊരു സഹോദരി കൂട്ടുകാരി എന്നുള്ള രീതിയിലുള്ളൊരു ഉപദേശം പോലെ ഞാൻ സംസാരിക്കുകയാണ്. എനിക്കുണ്ടായൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അശ്വന്തിന് സിനിമ കാണാം, റിവ്യൂ പറയാം, 100% 100% അശ്വന്തിനത് പറയാം. സിനിമയെ പറ്റിയിട്ടും പറയാം, അതിലെ ക്യാരക്ടറിനെ പറ്റിയിട്ടും അശ്വന്തിനെ പറയാം. നിങ്ങളെ റിവ്യൂ കണ്ടിട്ടാണ് ഞാനടക്കമുള്ള പ്രേക്ഷകർ, എൻ്റെ ഹസ്ബൻഡും ഞാനും ഒക്കെ പറയും, അശ്വന്തിൻ്റെ റിവ്യൂ വന്നോട്ടെ, എന്നിട്ട് നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാരാണ്. ഞാനടക്കം ഭൂരിപക്ഷം മലയാളികളും അങ്ങനെ പോയിട്ടാണ് അശ്വന്തിൻ്റെ റിവ്യൂ കണ്ടതിന് ശേഷം പോയി സിനിമ കാണാൻ പോവാമെന്ന് തീരുമാനിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാർ. ഓക്കെ, എല്ലാവരും ഞാൻ പറയാൻ പറ്റില്ല, ഭൂരിപക്ഷം ആൾക്കാർ. ഞാനടക്കം പറയാറുണ്ട്, എൻ്റെ ഹസ്ബൻഡും പറയാറുണ്ട്, നമുക്ക് അശ്വന്തിൻ്റെ റിവ്യൂ വന്നിട്ട് കേട്ടിട്ട് പോയി സിനിമ കാണാമെന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരാളിൻ്റെ അത്രയും ഹൈപ്പിടിക്കുക, അത് മലയാളം ഇൻഡസ്ട്രിയെ തന്നെ തലകീഴായി മറിക്കാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങൾ. എന്നിട്ട് അത്രയും അറിയില്ലാന്ന് തോന്നുന്നു നിങ്ങൾക്കത്. അതുകൊണ്ടാണോ എന്നറിയില്ല ഇങ്ങനത്തെ റിവ്യൂസൊക്കെ ഇപ്പോൾ ഇട്ട് തുടങ്ങിയത്. ഈയിടെയായിട്ടാണ് ഇങ്ങനത്തെ റിവ്യൂസ് കാണുന്നത്. അതായത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നല്ലോണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെ നിങ്ങളൊരു റിവ്യൂ കൊണ്ട് തന്നെ ടപ്പേന്ന് പറഞ്ഞ് കീപ്പോട്ട് ഇറക്കും. അത് നല്ലോണം ഓടിക്കൊണ്ട് ഐപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരിക്കും, നിങ്ങളൊരു റിവ്യൂ കൊണ്ട് താഴെ പോകും. അത്രയും സത്യസന്ധമായിട്ട് പറയുന്ന ഒരാളാണ് നിങ്ങൾ. ആ ആളാണ് ഈയിടെയായിട്ട് ഇത്രയും മോശമായിട്ട് റിവ്യൂസും വ്യക്തിഹത്യയും സെക്ഷൽ ഹാരാസ്മെൻ്റ് എന്നുള്ള രീതിക്കും ബോഡി ഷെയ്മിങ്ങും സ്ഥാപനങ്ങളെക്കുറിച്ചും ഒക്കെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് റിവ്യൂ കേട്ടിട്ടുണ്ട്, നിൻ്റെ റിവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ. പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നും വന്നില്ല, പുള്ളിയെ നെവർ മൈൻഡ് ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് പോയി. പക്ഷേ എനിക്കും എൻ്റെ ഫാമിലിക്കും അതല്ല. എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് എൻ്റെ മക്കൾ എന്നോട് ചോദ്യങ്ങൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റാണ്ടായിപ്പോയിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, നീ എൻ്റെ ഓളത്തിന് റിവ്യൂ ഇട്ടിട്ടൊക്കെ പോയി. എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിയ കാര്യങ്ങളല്ല, പക്ഷേ എനിക്കുണ്ടായിട്ടുള്ളൊരു മാനസിക സമയം ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയൊരു സിനിമയുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ. അതിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അമർ എന്നാണ്. അതിൽ ധ്രുവുണ്ട്, ധ്യാൻ ചേട്ടനുണ്ട്, അഭിഷേക് ഉണ്ട്, അതുപോലെ തന്നെ നയനോര, ശ്രുതി, അർച്ചന, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വ്യക്തിഹത്യയും സെക്ഷൽ ഹരാസ്മെൻറ്റും ആയിട്ടുള്ള സംസാരവും ബോഡി ഷെയ്മിങ്ങും ഒക്കെ അഭിഷേകിനെ പിന്നെ പറയണ്ട. നയനേനെ പിന്നെ നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? നയനേനെയും ഇതിനു മുമ്പ് ഒരു കുട്ടീനെ ഡാഗിനി എന്നും പറഞ്ഞും വിളിച്ചുമൊക്കെ വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നയനയൊക്കെ എത്ര മാനസികമായിട്ട് പോയിട്ടുണ്ടെന്നറിയാം. ആ കുട്ടി ആ ക്യാരക്ടറിലോട്ട് ഇറങ്ങി, അവളുടെ ആ ഡ്രീം പോലെ അവളൊരു ക്യാരക്ടർ ആ സിനിമയിൽ ഇറങ്ങി. ആ സിനിമ ഇപ്പോൾ ഇങ്ങനെ എന്താവുമെന്നൊന്നും കുട്ടിക്ക് അറിയില്ല, വിജയിക്കുമോ അതോ ഇതായി ഫ്ലോപ്പായി പോകുമെന്നും അറിയില്ല. ഡയറക്ടർ പറയണോ കുട്ടി അഭിനയിക്കണോ. അപ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ട് തളർന്ന് ഒരു ഡ്രോബാക്കായി എന്താ പറയുക, മാനസികമായി തളർന്ന് അത്രയും ഇതായിട്ട് പോയിട്ടുണ്ട് ആ കുട്ടിയുടെ വീഡിയോ കാണിച്ചാൽ. ആ കുട്ടിയെ നീ ഒരു ചേഷ്ട കാണിച്ചാൽ എന്തായാലും ഞാൻ അതെപ്പോഴാണ് സീനിൽ കാണിച്ചത്. ഞാൻ 2 വട്ടം മൂവിയുണ്ട്, 2 വട്ടവും ഞാൻ അങ്ങനെ ഒരു ചേഷ്ട കണ്ടിട്ടില്ല. ആ സ്ക്രീൻഷോട്ട് എനിക്കൊന്ന് അയച്ചു തരണം കേട്ടോ, മറക്കരുത്. ആ സ്ക്രീൻഷോട്ട് എന്തായാലും അയക്കണം. എയിലോ ജമീലോ പോയിട്ടൊന്നും അയക്കരുത്, എനിക്ക് സിനിമയിൽ നിന്ന് തന്നെ എടുത്ത് അയച്ചു തരണം കേട്ടോ അശ്വന്തെ, മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമ്മൾ നയനയുടെ വോയിസ്, എൻ്റെ ഹസ്ബൻഡിനെ വെച്ചിട്ടുള്ള വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം കേട്ടോ. കുട്ടിയുടെ മാനസികമായിട്ടുള്ള വിഷമമാണ്. അയാളുടെ എന്റർടൈൻമെന്റ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് കോൺഫിഡൻസ് ലെവൽ 0യും കുറെ മുറിവുകളുമാണ്. അങ്ങനെയാണ് അയാൾ സെക്ഷലൈസ് ചെയ്തിട്ടാണ് അയാൾ പറയുന്നത് കമന്റ്സ്. ആ ക്യാരക്ടറിനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ, എല്ലാവരുടെയും പേരെടുത്താണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു പെൺകുട്ടീനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് ഡിഫറെന്റ്. എന്തായാലും കഴിഞ്ഞു, ആളുകൾ കണ്ടു, ഒന്നും ചെയ്യാനില്ല അതിനെ പറ്റിയിട്ട്. മനസ്സിലായില്ല കുട്ടിയുടെ മൊത്തത്തിൽ. ഇനിയുണ്ട് വീഡിയോസ് കഴിഞ്ഞിട്ടില്ല, നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോട്ടോ. വ്യക്തിഹത്യയല്ല അനീഷേട്ട, ഒരാളെ ഇവിടെ കൊല്ലുകയാണ്. അതായത് വാക്കുകളുകൊണ്ട് മുറിവേൽപ്പിക്കുക എന്ന് പറയില്ലേ. ഇനി എനിക്ക് സാരി എടുക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല അനീഷേട്ട. അങ്ങനെ അയാളങ്ങ് ഇല്ലാണ്ടാക്കി. ഞാൻ എവിടെ ആ പടത്തിൽ അങ്ങനെ എക്സ്പ്രഷൻ ഇട്ടത് ചുണ്ടുകൊണ്ട് ഞാൻ എന്തൊക്കെ കാണിക്കാം. സത്യമല്ല അനീഷേട്ട പറയാം കേട്ടോ. സാരി ഉടുക്കാനുള്ള കോൺഫിഡൻസ് വരെ കുട്ടിക്ക് നഷ്ടപ്പെട്ടു എന്ന്. കൊല്ലുകയാണ്, മാനസികമായിട്ട് നിങ്ങൾ കൊല്ലുകയാണ് ചെയ്യുന്നത്. അവർ കരിയറിനെ തന്നെ ഇല്ലാണ്ടാക്കുന്ന രീതിക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇനിയും ഉണ്ട്, ഇത് കേൾപ്പിച്ചു തരാം, കേട്ടോളൂ. അല്ലേ, എനിക്ക് അയാൾ
ഈ ഏപ്പടം ഏപ്പടം എന്തിനാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിപ്പോ വേറെയും പടങ്ങളൊക്കെ ഏത് കെട്ടുന്നാണല്ലോ, നമ്മുടെ ഒരുമാതിരി ഏപ്പടം ഏപ്പടം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് കൊന്നു. എനിക്ക് അതാ സങ്കടമായത്. ഏപ്പടം നായിക, ഏപ്പടം അതെങ്ങായ പുള്ളി അങ്ങ് സ്ട്രെസ് ചെയ്ത ആളുകളിലേക്ക് ഇൻജെക്ട് ചെയ്യണം ഒരുമാതിരി വൃത്തികെട്ട രീതിയിൽ. അത് ഭയങ്കര ഒരു ഹേർട്ടിനെയാണ്. എന്ത് ചെയ്യാൻ, എന്തായാലും വന്നു. ഏപ്പടം അല്ല, അതിന് എ സർട്ടിഫിക്കറ്റാണ് കിട്ടിയതും. UA സർട്ടിഫിക്കറ്റ്, U സർട്ടിഫിക്കറ്റ് അല്ലേ, അങ്ങനെയുള്ളതല്ല. ഇതിന് ഏപ്പടമല്ല, തുണ്ടുപടമല്ല ഇത്. ഏപ്പടം എന്ന് പറഞ്ഞ് ഏപ്പടത്തിലെ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടീനെ ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കണം. എന്തോ ഒരു വലിയൊരു വ്യക്തിഹത്യ ചെയ്തിരിക്കുന്ന സെക്ഷൽ ഹരാസ്മെൻ്റ് രീതിക്കുള്ള സംസാരം നിങ്ങൾ സംസാരിച്ചിരിക്കുന്നതും കാണിച്ചിരിക്കുന്ന ചേഷ്ടകൾ സഹിതം. എൻ്റെ ഹസ്ബൻഡ് ഊച്ചാളി, ഊള, ധ്രുവിനെ മൊണ്ണ, എന്തൊക്കെ സംസാരിച്ചിരിക്കുന്നത്, എന്തൊക്കെ രീതിക്കാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ബോധമില്ല, ബുദ്ധിയില്ല, പൊട്ടനാവുകയാണ് നിങ്ങൾ. അതിൽ ഉള്ള ക്യാരക്ടറിൻ്റെ പേര് വെച്ചിട്ടല്ലാണ്ട് ഒരാളുടെ ആർട്ടിസ്റ്റിൻ്റെ പേര് വെച്ചിട്ട് അവരെ വ്യക്തിഹത്യ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് ആര് തന്നു? നിങ്ങൾക്ക് സിനിമയെ പറ്റിയിട്ട് റിവ്യൂ ഇടാം, അതിൽ ക്യാരക്ടറിനെ പറ്റിയിട്ട് ഇടാം, അതിൽ അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഇടേണ്ടത്. വളരെ മോശമായിട്ടുള്ള, അതെനിക്ക് മിമിക്രി ആർട്ടിസ്റ്റ് നമ്മൾ നിർമ്മൽ പാലാഴിച്ചേട്ടൻ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുന്നെയാണ് വന്നിരിക്കുന്നത്. എന്തൊരു നല്ലൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെയൊക്കെ മിമിക്രി ആർട്ടിസ്റ്റ് വന്നു, അങ്ങനെ ചെയ്തു, വളരെ മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ചെറിയ സ്റ്റേജിൽ നിന്ന് ബിഗ് സ്റ്റേജിലോട്ട്, അതൊന്നും വലിയ ക്രൗഡിൽ നിന്നൊക്കെ അവരെല്ലാവരും ചിരിപ്പിച്ചിട്ട് മിനി സ്ക്രീനിൽ വന്നു, പിന്നെ ബിഗ് സ്ക്രീനിലോട്ടൊക്കെ വന്ന അയാളുടെ പടിപടിയായിട്ട് അയാൾ ഉയർന്നു വന്നതാണ്. ആ മനുഷ്യൻ അത്രയും കഷ്ടപ്പെട്ട് ആ മനുഷ്യൻ ഉയർന്നു വന്നതാണ്. അവരെയൊക്കെ ഒരു നിമിഷം ഫാമിലിയൊക്കെ ഇവിടെ പ്രൗഡായിട്ട് ബിഗ് സ്ക്രീനിൽ കൊണ്ട് സിനിമ കാണിച്ചിട്ട് നിങ്ങളെ റിവ്യൂ കാണുമ്പോൾ ആ ഫാമിലി ഉണ്ടാവും. ആ രണ്ട് മക്കൾ, ഭാര്യ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും. മക്കളുടെ മുമ്പിൽ ആ മക്കളെ ഹീറോ ആയിരിക്കും അല്ലേ, ഒരു ഹീറോ ആയിരിക്കും നമ്മൾ വായിച്ചിട്ട്. ആ മക്കളുടെ മുമ്പിൽ ഒരച്ഛൻ ഹീറോ ആയിരിക്കും. അവിടേക്ക് വെറും ഇല്ലാതാക്കി കളയല്ലേ ചെയ്യണം ആ മനുഷ്യന്മാരെയൊക്കെ. ആർട്ടിസ്റ്റ്, മിമിക്രി ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വെറുതെ എന്ത് മിമിക്രി ആർട്ടിസ്റ്റിന് എന്താ സിനിമയിൽ വന്നാലും എപ്പോഴും ഒരു മിമിക്രി ആർട്ടിസ്റ്റായിട്ട് തന്നെ ഇരിക്കണമെന്നുണ്ടോ? അവർക്ക് സിനിമയിൽ വന്നാൽ എന്താ പറ്റില്ലേ? കുഞ്ഞുനാളിൽ നമ്മളും ഈ മിമിക്രിയൊക്കെ കണ്ടിട്ട് തന്നെയല്ലേ നമ്മൾ ചിരിച്ച് വന്നതൊക്കെ. ഈ 4 ചുവരുകൾക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യുന്നത് നല്ല വശമുണ്ടേ. അവർക്ക് വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ പോയിട്ടാണ്. ഒരു 4 ചുവരുകൾക്കുള്ളിലിരുന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന പോലെയല്ല വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അഭിനയിക്കുന്നതും അത് അവരെ കൊണ്ട് ചിരിപ്പിക്കുന്നതൊരു കഴിവുണ്ടല്ലോ. ആ കലാകാരന്മാരെ എത്രയും കുറച്ച് കാണുന്നുണ്ടല്ലോ. അതൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ടോ നിനക്ക്? എത്ര മോശമായിട്ടാണ് നീ സംസാരിക്കുന്നത്. നിനക്ക് ഇതൊന്നും ചോദിക്കാൻ ആരും ഇല്ലാഞ്ഞിട്ടാണോ? ആരും നിന്നോട് ചോദിക്കാനില്ലേ? ഇപ്പോൾ ഈ മലയാള ഇൻഡസ്ട്രിയിൽ ഫെഫ്ക സംഘടന, അമ്മ സംഘടന, പ്രൊഡ്യൂസർ സംഘടന ഒന്നും ആരും നിന്നോട് ചോദിക്കാനില്ലാത്തത് കൊണ്ട് നിനക്ക് എന്തുമാവാന്നും പറഞ്ഞിട്ട് എല്ലാവരെയും അങ്ങോട്ട് മോശമാക്കുകയാണോ? എൻ്റെ മക്കളൊക്കെ എന്നോട് ചോദിക്കുക അച്ഛനെ പറ്റിയിട്ട് എന്താ പറയണത്. എൻ്റെ ഒരു വിഷമമാണ്, മാനസിക ബുദ്ധിമുട്ട്. എൻ്റെ എന്താ ഏപ്പടം എന്ന് പറയണത്, അച്ഛൻ്റെ ഏപ്പടത്തിൽ അഭിനയിച്ചു എന്നൊക്കെ പറയണത്, അച്ഛൻ എന്താ ഇങ്ങനെ പറയണത്. അവരെ ഹീറോയാണ് അവരച്ഛൻ. എനിക്ക് ആ കുട്ടി ഏപ്പടും, എന്താ അമ്മ ഏപ്പടും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എന്നോട് ചോദിക്കും. ഒരു കല്യാണ സ്ഥലത്ത് വെച്ചിട്ട് ചോദിക്കുക. അവരെ മനസ്സിലത് ഇങ്ങനെ കേട്ടുകൊണ്ട് കിടന്നുകൊണ്ട് അവർ ചോദിക്കുക ഏപ്പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അമ്മ ഏപ്പടം എന്ന് ചോദിക്കുക. അത് പറഞ്ഞു കൊടുക്കാനുണ്ടാവുന്നൊരു ബുദ്ധിമുട്ടല്ലോ, നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ളൊരു വിഷമമുണ്ടല്ലോ. ആ സമയത്ത് എന്താ പറഞ്ഞു കൊടുക്കണം? ക്രൗഡിനെ വിളിച്ച് നമ്മളെ മക്കൾ ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തൊരു വിഷമമുണ്ട്, സങ്കടമുണ്ട്. അത് ഒരു നിമിഷം കൊണ്ട് ഒരു ഓളത്തിന് പറയണം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ശന്തേ. അത് കണക്ക് തന്നെ ഓരോ ഫാമിലിയിൽ, ഓരോ ആർട്ടിസ്റ്റിൻ്റെ ഫാമിലിയിൽ അവരനുഭവിക്കുന്ന ഓരോരോ വിഷമങ്ങളുണ്ട്. അതിൻ്റെ ഓളത്തിന് നീ പറയുന്ന കണക്കല്ല. എൻ്റെ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ നീ പറഞ്ഞു ഞാൻ ലഹരി കഴിച്ചിട്ട് ഒരു ഓളത്തിനങ്ങ് സംസാരിച്ചതാണ്. ഇങ്ങനെ ലഹരി കഴിച്ചിട്ട് നീ ഓളത്തിന് സംസാരിക്കുമ്പോൾ ഈ മറു സൈഡ് എത്ര പേര്, എത്ര അച്ഛനമ്മമാർ, മക്കൾ, അവരെ ഹീറോ ആയിട്ട് കാണുന്ന ആർട്ടിസ്റ്റുകളെ അവരെ ഹീറോ ആയിട്ട് കാണുന്ന അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ തകരുന്ന നീ അറിയുന്നില്ല. അവർ മാനസികമായിട്ട് തളർന്നു പോകണത് അറിയുന്നില്ല. എത്ര പേരെ നീ മാനസികമായിട്ട് തളർത്തുന്നത് യശ്വന്ത്. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം തന്നെ നീൻ്റെ ഈ സംസാര രീതികൾ കാരണം, ചേഷ്ടകളും, നിൻ്റെ ഭർത്താവ് കിസ്സടിക്കേ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കേ അല്ലെങ്കിൽ റേപ്പ് ചെയ്യേ എന്താ വെച്ചാൽ അഭിനയിച്ചോട്ടെ. നിനക്കെന്താ, നിനക്കത് അഭിനയം വേണമെങ്കിൽ നീ ഇപ്പോൾ ചോദിച്ചു വാങ്ങണം. എൻ്റെ ഹസ്ബൻഡിനെ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യം? ഇത് ധ്രുവനെ മൊണ്ണ, അവൻ്റെ വീട്ടിൽ ഫാമിലിയിൽ അവർ കേൾക്കുമ്പോൾ അവർക്കെന്താ, അവന് മാനസികമായിട്ട് എന്ത് മാത്രം വിഷമമുണ്ടോ? അവൻ്റെ ഒരു ആർട്ടിസ്റ്റാണ്, അവനത്തെ ഇതായിട്ടായിരിക്കും ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. അത് അഭിനയിച്ച് തീർന്ന് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് നിൻ്റെ റിവ്യൂ കണ്ട് ഒക്കെ വരുമ്പോൾ ആ ഫാമിലിക്ക് ഉണ്ടാവുന്ന വിഷമങ്ങളും നന്നായി കൂടെ ഇനിയെങ്കിലും ഒന്ന്
നന്നാവാണ്ട് ഇങ്ങനെ വളരെ മോശമായിട്ട് എല്ലാവരെയും ലഹരി ഉപയോഗിച്ചിട്ട് ദൈവത്തെ ഓർത്ത് ലഹരി എന്ന് പറയുന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് റിവ്യൂ ഇടാതിരിക്കുക. നിങ്ങളുടെ ഒരു റിവ്യൂവിന് തന്നെ അല്ലാണ്ടായിപ്പോകും. നിങ്ങൾ റിവ്യൂ വിശ്വസിക്കേണ്ടതെന്നൊരു തോന്നൽ ഉണ്ടായിപ്പോകും ലഹരി ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ. അല്ലാണ്ട് ചെയ്യൂ, നിങ്ങളല്ലാണ്ട് നോർമലി ചെയ്യും. നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് നിങ്ങളെ ഇഷ്ടമാണ്, അത് നിങ്ങളെ ഇഷ്ടം. ഞാൻ ചോദിക്കാൻ ഞാൻ ആരുമല്ല, നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഒരു സിനിമയുടെ റിവ്യൂ ഇടുമ്പോൾ അതിൽ അതിൽ വെച്ച ആർട്ടിസ്റ്റുകളുടെ ക്യാരക്ടറിനെ വെച്ചിട്ട് വേണം, അല്ലാണ്ട് ആർട്ടിസ്റ്റിനെ പറഞ്ഞിടരുത് റിവ്യൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെ സെക്ഷുവൽ ഹരാസ്മെൻറ്റുള്ള രീതിക്കുള്ള ടോക്കിങ്ങും ബോഡി ഷേമിങ് ആയിട്ടുള്ളതൊന്നും പറഞ്ഞ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമായിട്ട് തോന്നില്ല. ലഹരി ഉപയോഗിച്ച് ചെയ്യുന്നത് നിനക്കൊരു ഓളം കിട്ടും, നിനക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും, നീ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യും, നിനക്ക് വ്യൂസ് കൂടും, നിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറുന്നു. പക്ഷേ ഇപ്പുറത്തെ സൈഡ് അവരെ കരിയർ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൂടി നീ മനസ്സിലാക്കണം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. എൻ്റെ ഹസ്ബൻഡിനും വിളിച്ച സമയത്ത് നീ പറഞ്ഞല്ലോ സോറി, എൻ്റെ അടുത്തും എൻ്റെ മക്കളുടെ അടുത്ത് സോറി, എൻ്റെ അടുത്ത് മക്കളുടെ അടുത്ത് പൊതുജനങ്ങളോട് സോറി പറയണം. ഈ ആർട്ടിസ്റ്റുകളുടെ ഓരോ ഫാമിലികളുടെ അടുത്ത് നീ എടുത്ത് സോറി പറയണം. ഞങ്ങളുടെ അടുത്ത് മാത്രം സോറി പറയിട്ട് കാര്യമുണ്ടോ? നീ എത്ര പേരെയാണ് മാനസിക സമ്മർദ്ദത്തിൽ എത്തിച്ചത് അശ്വന്തെ? എത്ര പേരെ അടുത്താണ് നീ മാനസികമായിട്ട് അവരെ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചും ഇങ്ങനെ മൊണ്ണയെന്നും അതും ഇത് ഊച്ചാളിന്നും ഇത് ഈ ലാസ്റ്റ് പറഞ്ഞ ഇതിൽ എന്ത് മോശം വേർഡ്സാണ് നീ ഉപയോഗിച്ചിരിക്കുന്നത്? തീരെ ബോധവും വെക്കാണോ ഇല്ല നിനക്ക്? കൾച്ചറില്ലേ? ബുദ്ധി കൂടുന്നതനുസരിച്ചിട്ട് നിൻ്റെ ബോധം നഷ്ടപ്പെടും. ലഹരി ഉപയോഗിക്കുന്നുണ്ട് ബോധം പോവുകയാണോ? നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ പറന്നു പോവുകയാണോ? അതൊരു ആർട്ടിസ്റ്റാണ്, അവൻ്റെ ക്യാരക്ടറിലായാൽ പറയണ്ടല്ല, ആർട്ടിസ്റ്റിനല്ല പറയേണ്ടതെന്നുള്ള ബോധം കൂടി ഇല്ലാണ്ടാവുകയാണ് നിനക്ക് ഓരോ ദിവസം ചെല്ലും തോറും. കഷ്ടമുണ്ട്. സ്ത്രീകളുടെ അടുത്തൊക്കെ തീരെ ബഹുമാനമില്ലാത്ത രീതിക്കൊക്കെ എന്തും പറയാമെന്നുള്ള രീതിക്കൊക്കെ സ്ത്രീകൾക്ക് എന്താ ഒരു ബഹുമാനം കൊടുക്കണ്ടേ? അവരെന്താ നീ പറയണ എന്തും കേട്ടിരിക്കണമെന്നുണ്ടോ? സ്ത്രീകൾ അവരും ആർട്ടിസ്റ്റാണ്, അവരും ഇതേണക്ക് പടിപടിയായിട്ട് കയറി വന്നവരാണ്. അവരെ ഡ്രീമാണ് അവർ അച്ചീവ് ചെയ്ത് അവരെത്തിയത്. അവരൊന്ന് വീട്ടിൽ കഴിയണമെന്നാണോ നീ വിചാരിച്ചിട്ടാണോ നീ ഇടുന്നത്? അത്രയും മോശമായിട്ട് സംസാരിക്കാൻ സ്ത്രീകളെ പറ്റിയിട്ടൊക്കെ എല്ലാവരും സുരേഷ് ഗോപിനെ പറ്റിയിട്ടായാലും അദ്ദേഹത്തിൻ്റെ മകനെ പറ്റിയിട്ടായാലും ഒക്കെ വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നിനക്കെന്താ അത്രയും വിലയില്ലാണ്ടായവരൊക്കെ? അവരൊക്കെ കഷ്ടപ്പെട്ട് ഇത്ര ഇങ്ങനെ എത്തിയവരെ നിനക്കൊരു വിലയില്ലാണ്ട് അവരെ പറ്റി സംസാരിക്കും. നന്നായിക്കൂടെ യശ്വന്തേ? നന്നായിട്ട് അവരടുത്ത് മാന്യമായിട്ട് സംസാരിക്കുക യശ്വന്തേ. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് അവരുടെ അടുത്ത് മാന്യമായിട്ടും സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ബഹുമാനത്തോടെയും ഒക്കെ ഒന്ന് സംസാരിക്കുന്നു. വളരെ വിഷമമുണ്ട് എനിക്ക് നിൻ്റെ അടുത്ത് ഇങ്ങനെ പറയാൻ. എനിക്ക് സങ്കടം വരിക, വിഷമം തോന്നുന്നു നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നതിൽ. ഇത്രയും ബുദ്ധിയും ഇതുള്ള ഒരു മനുഷ്യൻ്റെ അടുത്തൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വിഷമമാണ്. ഇനിയെങ്കിലും ഒന്ന് നന്നായിട്ട് ലഹരി ഉപയോഗിക്കാണ്ട് ഒരു സിനിമയ്ക്ക് റിവ്യൂ ഇടുമ്പോൾ അതിലുള്ള ആർട്ടിസ്റ്റുകളെ കുറ്റം പറയാണ്ട് നല്ല രീതിക്ക് ഇടാൻ വേണ്ടി ഒരു അപേക്ഷിക്കുന്നു. ഇതിൻ്റെ താഴെ എനിക്ക് ഇഷ്ടം പോലെ കമൻസും കാര്യങ്ങളും വരുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ ഇറങ്ങി തിരിച്ചതും. പ്രശ്നമൊന്നുമില്ല, ഞാൻ എല്ലാത്തിനും റെഡിയാണ്. എൻ്റെ ഹസ്ബൻഡിന് നിൻ്റെ റിവ്യൂ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും പുള്ളി ചിരിച്ച് കളിച്ചിട്ടൊക്കെയാണ് പോയത്, ഒന്നും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള വിഷമമുണ്ടല്ലോ, അതൊക്കെ കേട്ടപ്പോൾ നയനയുടെ വോയിസൊക്കെ എനിക്ക് കേട്ടപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട്, എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടും കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിനു മുമ്പ് നിൻ്റെ പല വീഡിയോകൾ ഈ ഇടയായിട്ട് നീ ഇടാൻ തുടങ്ങിയ വീഡിയോകളിൽ കണ്ടിട്ടുള്ള നിൻ്റെ രീതികൾ കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എടുക്കാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ മാനസിക ബുദ്ധിമുട്ടിക്ക് അത്രയും മാനസികമായിട്ട് വിഷമം തോന്നിയിട്ടാണ്. നിൻ്റെ അടുത്ത് പറയാൻ ആരുമില്ലാന്ന് തോന്നുന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനിയെങ്കിലും നല്ല റിവ്യൂസ് ഇടാനായിട്ട് അപേക്ഷിക്കുന്നു. ഇതിൻ്റെ താഴെ കമൻസും എന്തും ഉണ്ടാവുമല്ലോ, പ്രതീക്ഷിച്ച് പോകാമല്ലോ അല്ലേ. ബൈ ബൈ. എത്ര പ്രതീക്ഷിക്കുന്നു. ടാറ്റ. അശ്വന്തേ നന്നായിട്ട് ഇനിയുള്ള വീഡിയോകൾ റിവ്യൂസ് ഇടണമെന്ന് അപേക്ഷിക്കുന്നു.